ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇത് രാജ്യമാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വാദിഷ്ടമായ അവിയലാണ്. അതിൻ്റെ വീഡിയോയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അവിയലിന് വേണ്ടി പച്ചക്കറി അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. പാനിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അവിയലിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ ചിരകിയത്, ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചതച്ചെടുക്കാം. അരപ്പ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ പുളിക്ക് വേണ്ടിയാണ്. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടെ കഴിക്കാം. അവിയലിൻ്റെ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം. അപ്പോൾ അവിയൽ റെഡി.